സുപ്രീം കോടതിയുടെ മറ്റ് ഹൈക്കോടതികളുടെയും വിധിന്യായങ്ങൾ പ്രകാരം ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധം ഇന്ത്യയിൽ കുറ്റകരമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണ് പുതിയ ട്വിസ്റ്റ്. കൈവിട്ടുപോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് 10 വോട്ട് കിട്ടുമോ എന്ന പരീക്ഷണത്തിലാണ് CPM ഏർപ്പെട്ടിരിക്കുന്നത്. CPM നേതാക്കളാണ് യുവതിയെ കൊണ്ട് പരാതി നൽകിയത് എന്നും രാഹുൽ പക്ഷ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുലിന് എതിരായതിനാൽ അറസ്റ്റ് ചെയ്താൽ പോലും അദ്ദേഹം പ്രതികരിക്കില്ല. ഗർഭചിത്ര ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തുവരുന്നത്. ഇതിനു മുൻപ് പുറത്തുവന്ന ശബ്ദരേഖയെ തുടർന്ന് വിവാദമാകുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. രാഹുലിൽ നിന്ന് ഗർഭധരിച്ച അതിന് നിർബന്ധിച്ചതും ഗർഭചിത്രത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു. പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും കേൾക്കാം. ഇതിനൊപ്പം പുറത്തുവന്ന വാട്സ്ആപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. 5 പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പരാതി നൽകിയവരെല്ലാം 3ാം കക്ഷികളായിരുന്നു. എന്നാൽ ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുവതി തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് ഹൈക്കോടതി വിധി പറയുമ്പോൾ രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്തതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചാൽ മാത്രമേ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകിയതിനും തെളിവില്ല. പരസ്പരം സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹ വാഗ്ദാനം പിൻവലിച്ചാൽ അത് ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഓഫീസിന് മുമ്പിൽ DYFI പ്രതിഷേധം നടത്തി. നിയമപരമായ പരിമിതികൾ മനസ്സിലാക്കുമ്പോൾ തന്നെ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPM ശ്രമിക്കുന്നത്. DYFI BJP പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഓഫീസിന് മുന്നിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വ്യാഴാഴ്ച രാത്രിയോടെയാണ് MLA ഓഫീസിന് മുന്നിൽ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി സംഘടിച്ച് എത്തിയത്. തുടർന്ന് ഓഫീസിന് മുന്നിൽ റീത്ത് വെക്കുകയായിരുന്നു. വലിയ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് ചെറിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. പിന്നാലെ BJP പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധം ഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഗർഭചിത്ര ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ യുവതി മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തി പീഡന പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫീസ് പൂട്ടി രാഹുൽ മാങ്കൂട്ടം മുങ്ങിയിരിക്കുകയാണ്. ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന ശബ്ദരേഖകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ രാഹുലിനെതിരെ പുറത്തു വന്നിരുന്നു. എന്നാൽ രാഹുൽ ഇത് തന്റേതാണോ അല്ലെന്നോ പ്രതികരിച്ചിട്ടില്ല. നിയമത്തിന് മുന്നിൽ തെളിയിക്കാമെന്നായിരുന്നു രാഹുലിന്റെ നിലപാട്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് യുവതി പരാതി കൈമാറിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ കൊല്ലം പുനലൂർ സ്വദേശിയായ യുവാവിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന ഹർജിയിലായിരുന്നു കേരള ഹൈക്കോടതിയുടെ പരാമർശം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വിവാഹിതയായ പരാതിക്കാരിയും യുവാവും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു. ഭർത്താവുമായി നിയമപരമായി വേർപിരിയാതെ അകന്ന് താമസിച്ചു വരികയായിരുന്നു പരാതിക്കാരി. യുവാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായും എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുനലൂർ പോലീസിന് പരാതി നൽകിയത്. കഴിഞ്ഞ ജൂണിൽ സമാനമായ മറ്റൊരു കേസിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. പ്രായപൂർത്തിയായവർ പരസ്പരം സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ബലാത്സംഗം ആരോപിക്കാനില്ല എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി യുവാവിനെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 37-കാരനായ യുവാവിനെതിരെ അധ്യാപികയായ യുവതിയാണ് പരാതിപ്പെട്ടത്. ഇരുവരും വിവാഹിതരാണ്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഇയാൾ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു അധ്യാപികയുടെ പരാതി. എന്നാൽ ഇരുവരും തമ്മിൽ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധമായിരുന്നു എന്ന ബലാത്സംഗ കുറ്റം റദ്ദാക്കിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചു. ഇരുവരും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ആരോപണവും നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്ര സ്വദേശിയായ 37-കാരൻ ഒരു വിവാഹ ചടങ്ങിനിടെയാണ് അധ്യാപികയുമായി പരിചയത്തിലായത്. പിന്നീട് ഫോൺ വിളികളിലൂടെ ബന്ധം വളർന്നു. വീടുകളിൽ ആളില്ലാതിരുന്നപ്പോൾ പലരും ഈ അധ്യാപിക അങ്ങോട്ടും അയാൾ ഇങ്ങോട്ടുമൊക്കെ തന്നെ വന്നു പോവുകയുണ്ടായിരുന്നു.
എന്തായാലും കോടതിയും രണ്ടുപേരെയും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകാതെ വിട്ടയച്ചു. എന്തായാലും ഈ ഒരു കള്ളത്തരം നടക്കില്ല എന്ന കോടതി തന്നെ പൊളിച്ചടുക്കി. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളായതോടുകൂടിയാണ് ഇയാൾക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് കാട്ടി അധ്യാപിക പോലീസിൽ പരാതി നൽകിയത്. സമാന കേസുകളിൽ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നും മറ്റും ഹൈക്കോടതികളിൽ നിന്നുമുള്ള വിവിധ വിധികൾ ചൂണ്ടിക്കാട്ടി മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുജോയ് പോളിന്റെ വിധിയായിരുന്നു ഇത്. സമാനമായ വിധി ഈയിടെ കേരള ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിരുന്നു. പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയാൽ പുരുഷനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച കൊല്ലം പുനലൂർ സ്വദേശിയായ യുവാവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു ഈ പരാമർശങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴികെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം സൗഹൃദ ബന്ധം തകരുമ്പോൾ അത് ബലാത്സംഗ കുറ്റകൃത്യമാകാൻ കഴിയില്ല എന്ന് കർണാടക ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരു സ്വദേശിക്കെതിരെ മുൻ കാമുകി നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ നിരീക്ഷണമായിരുന്നു ഇത്. ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടുമുട്ടുകയും വർഷങ്ങളായി ബന്ധം പുലർത്തുകയും ചെയ്ത യുവാക്കൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സൗഹൃദ ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് യുവതി പരാതി നൽകുകയും ചെയ്തു. 2018 നവംബർ 22 മുരളീധരൻ സോളാർ വിസിസ് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ എന്ന കേസ് പരസ്പരം സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സുപ്രധാനമായ വിധിന്യായത്തിൽ എല്ലാ ശാരീരിക ബന്ധങ്ങളെയും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ സുപ്രീം കോടതി വ്യക്തമായി വേർതിരിച്ചിട്ടുണ്ട്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 375 പ്രകാരം ബലാത്സംഗത്തെ ഇങ്ങനെ നിർവഹിക്കാം. ഇനി പറയുന്ന 6 വിവരങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനെ ഇനി പറയുന്ന ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒഴികെ ബലാത്സംഗം ചെയ്തതായി കണക്കാക്കുന്നു. ആദ്യം, അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി. രണ്ടാമതായി, അവളുടെ സമ്മതമില്ലാതെ. മൂന്നാമതായി, അവളുടെ സമ്മതത്തോടെയോ അവളെയോ അവൾക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെയോ മരണഭീതിയിലോ ഉപദ്രവത്തിലോ ഉൾപ്പെടുത്തി അവരുടെ സമ്മതം നേടിയെടുക്കുമ്പോൾ. നാലാമതായി, പുരുഷന് താൻ അവളുടെ ഭർത്താവല്ലെന്നും അയാൾ മറ്റൊരു പുരുഷനാണ് എന്ന് അവൾ വിശ്വസിക്കുന്നതിനാലോ അല്ലെങ്കിൽ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് അവൾ വിശ്വസിക്കുന്നതിനാലോ ആണ് അവളുടെ സമ്മതം നൽകുന്നത് എന്നും പുരുഷന് അറിയാമെങ്കിൽ അവളുടെ സമ്മതത്തോടെ ആണ് എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കാൻ സാധിക്കും. അവളുടെ സമ്മതത്തോടെ അത്തരം സമ്മതം നൽകുന്ന സമയത്ത് മനസ്സിന്റെ അസ്വസ്ഥതയോ ലഹരിയോ കാരണം അല്ലെങ്കിൽ അയാൾ വ്യക്തിപരമായോ മറ്റൊരാളിലൂടെയോ ഏതെങ്കിലും മയക്കുമരുന്നോ അനാരോഗ്യകരമായ വസ്തു നൽകുന്നതിനാൽ അവൾ സമ്മതം നൽകുന്നതിന്റെ സ്വഭാവവും അനന്തരഫലങ്ങളും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയില്ല. ആറാമതായി, 16 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ അവരുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ആയാൽ കുറ്റകൃത്യം തന്നെയാണ്.